Hi students, this is our last module, audio, video recording and the dialogue session. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ് ടു 4 മൊഡ്യൂൾ വി ഹാവ് ഡിസ്കസ് ഇൻ ദ ക്ലാസ് ഓൾസോ. ഓക്കെ, സോ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് ഡയലോഗ് സെഷൻ. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓഡിയോസും വീഡിയോസും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആൻഡ് ഡയലോഗ് സെഷൻസ്, അതിൻ്റെ ഇടയിലുള്ള ഡയലോഗ് സെഷൻ എങ്ങനെയായിരിക്കണം. അപ്പോൾ വിഷ്വൽ മീഡിയ എപ്പോഴും അല്ലെങ്കിൽ വിഷ്വൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയർ ആക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം വാട്ട് ഈസ് ടോൾഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെക്ചർ എടുക്കുന്ന പോലെ ഒരു ഡിസ്കഷൻ നടത്തുന്നതിനേക്കാളും വളരെയധികം ഇമ്പോർട്ടൻസ് കൂടിയ അല്ലെങ്കിൽ കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ദിസ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ്. സോ within the limited time, effective messages can convey much more information that ടെക്സ്റ്റിനേക്കാളും കൂടുതൽ എന്താ വിഷ്വൽസ് അട്രാക്റ്റ് ചെയ്യും. they hold the attention of the people and help them to understand and remember the message. നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുകയാണ്. സോ കാണുമ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിംബോളിക് മീനിങ് അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എപ്പോഴും നമുക്ക് മെമ്മറി നിൽക്കാൻ വേണ്ടി സഹായിക്കും. സോ today's advances in the technology and the changing audience expectation has made our business communication to be more virtual in the sense, for which we are using some kind of smartphones, softwares, digital cameras, etc. ഇപ്പോൾ നമ്മുടെ വിഷ്വൽ ലിറ്ററസി കൂടുതലാണ്. നമ്മൾ കൂടുതൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലെ മീറ്റിങ്സിലെല്ലാം ഒന്നെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലൂടെ, ആനിമേഷനിലൂടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ മെസ്സേജിങ്ങും എല്ലാ കാര്യങ്ങളും ഒരു വിഷ്വൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ഡിജിറ്റൽ ക്യാമറാസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഷ്വൽ ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കുറേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും. ദാറ്റ് വി വോണ്ട് ടു ഡിസ്കസ് നെക്സ്റ്റ്, ദാറ്റ് ഇസ് the visual design principles. So what are the principles that we followed in a writing? നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയാണ് റൈറ്റിങ്ങിന് എന്തെല്ലാം ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, എന്തെല്ലാം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം, 7 C's ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ നേരത്തെ സെമിസ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത പോർഷനാണ്. സോ ലൈക്ക് ദാറ്റ്, വാട്ട് ആർ ദ മേജർ പ്രിൻസിപ്പിൾ ദാറ്റ് വി വോണ്ട് ടു ഫോളോ ഇൻ എ വിഷ്വൽ ഡിസൈൻ? ഓഫ് ഇസ് ദ ഫസ്റ്റ് വൺ ഇസ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്താണ്? എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം. കളർ ആണെങ്കിലും, ഷേപ്പ് ആണെങ്കിലും, സൈസ് ആണെങ്കിലും, പൊസിഷൻ ആണെങ്കിലും, സ്കെയിൽ ഓർ ടൈപ്പ് ഫേസ്, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എ കണ്ടിന്യൂസ് യൂസ്. ഇപ്പോൾ കളർ ആണെങ്കിൽ പല പല കളറിലെ വെച്ചിട്ടൊന്നും അല്ല, നമ്മുടെ പ്രസൻറ്റേഷൻസ് എല്ലാം എപ്പോഴും ഒരു തീം ബേസ്ഡ് ആയിരിക്കും. സെയിം തീം വിൽ ബി റിപ്പീറ്റഡ് ഓൾ ത്രൂ ഔട്ട് that session. So there should be some kind of consistency in the tone, in the shape, in the presentation style, everything. Some page to page, it shouldn't change, otherwise the people will get distracted. അപ്പോൾ distraction ഉണ്ടാവാതിരിക്കാൻ there should be consistency. Second, contrast. That is, if we want to show some difference, we can use different colors. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡിഫറൻസ് കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്തോ ഷേപ്പ് ചേഞ്ച് ചെയ്തോ ഒക്കെ കാണിക്കാം, ഹൈലൈറ്റ് ചെയ്യണം എന്ന കേസിൽ. to highlight the difference between two quantities in a chart, in which don't use 2 shades of blue. നമ്മൾ ഒന്ന് ബ്ലൂവും ഒന്ന് റെഡും ആയിട്ട് യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൺട്രാസ്റ്റ്. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, ബട്ട് വി ക്യാൻ യൂസ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ഇൻ കേസ് വി വോണ്ട് ടു ഷോ സം കൈൻഡ് ഓഫ് ഡിഫറൻസ്. Then third, balance. Balance means it can be either formal or informal. Formal balance means the elements in the images are arranged symmetrically around a central point of axis. In informal balance, the elements can be arranged evenly. Rather, stronger and weaker elements are arranged in a way that achieve an overall effect of balance. ഫോർമൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു വട്ടം വരച്ച് അതിനെ സ്പോക്സ് പോലെ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവൻലി ആയിരിക്കും, പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിട്ട് അതിനനുസരിച്ച് കാണിക്കാം. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം, either formal or informal. Then there should be emphasis. That is, what is the element that we want to show more importance? It should be in some kind of different colors, or it should be the highlighted ones. So make sure that the visually dominant element represent the most important information. നമുക്ക് ചിലപ്പോൾ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ഒരു കണ്ണനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. സോ ഇൻ ദാറ്റ് സെൻസ് വി ഷുഡ് അറേഞ്ച്, കളർ ആണെങ്കിലും സൈസ് ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ. ഡൗൺ പ്ലേ കൊടുക്കേണ്ട എന്തിനായിരിക്കും? വിഷ്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതിന്. So that is emphasize. Then convention. That is, visual communication is guided by a variety of generally accepted rules and convention. കുറേ general rules and conventions ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്യണം. For example,
In English, written ideas progress across the page from left to right, whereas in Arabic, the flow is from right to left. ചില കൺവെൻഷനുണ്ട്. ഈ നമ്മളൊരു അറബിക് അല്ലെങ്കിൽ ഒരു ഖുറാനൊക്കെ വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രം ദ റൈറ്റ് to left. It will be written from right to left. But English alla enganeya from the left to right. So what are the major convention that follow in a writing style? It should be repeated in this visual style also. Next one, simplicity. സിംപ്ലിസിറ്റി എന്താ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. എല്ലാവർക്കും ഒരു ക്രിയേറ്റീവ് ഫ്ലെയർ ഒന്നും കാണിക്കാനല്ല. എവറിത്തിങ് ഷുഡ് ബി ലിമിറ്റഡ്. കളേഴ്സ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിരിക്കണം. ചാർട്ട് ഭയങ്കര ജങ്ക് ചാർട്ട്സ് ഒന്നും ആക്കാതെ, ക്ലസ്റ്റർ ഒന്നും ആക്കാതെ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാതെ വളരെ സിമ്പിളായിരിക്കുക. സോ ദീസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ദാറ്റ് വി വോണ്ട് ടു ഫോളോ, ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി, കോൺട്രാസ്റ്റ്, ബാലൻസ്, എംഫസൈസ്, കൺവെൻഷൻ ആൻഡ് സിംപ്ലിസിറ്റി. സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദി എത്തിക്സ് ഓഫ് വിഷ്വൽ communication. If visually communicate ചെയ്യുമ്പോൾ what are the major principles or what are the ethics that we want to follow? First one is consider all possible interpretations and misinterpretations. That is, try to view the visuals from the perspective of the audience. എപ്പോഴും നമ്മൾ എങ്ങനെയാണ്, ഓഡിയൻസിൻ്റെ കയ്യിൽ യു ആറ്റിറ്റ്യൂഡ് എന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വിഷ്വൽ പ്രസൻറ്റേഷൻ നമുക്കൊരു ഓഡിയൻസ് വ്യൂവിലായിരിക്കണം നമ്മൾ കാണിക്കാൻ. അവർക്കൊരിക്കലും മിസ്റെപ്രസെൻറ്റേഷൻ തോന്നരുത്. കാര്യങ്ങൾ അതേതായ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാവണം. ദെൻ പ്രൊവൈഡ് കോണ്ടെസ്റ്റ്. ദാറ്റ് ഈസ് വിഷ്വൽസ് കനോട്ട് ഓൾവേസ് സ്പീക്ക് ഫോർ ദംസെൽസ്. എപ്പോഴും വിഷ്വലിന് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഒരു പടം കാണിക്കുമ്പോൾ തന്നെ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ കുറച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എഴുതി വെച്ചേക്കുന്നു, ബട്ട് ഇഫ് ഇറ്റ് കാൻ ബി അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഓഡിയൻസ്, ഇറ്റ് ഇസ് ഓഫ് നോ യൂസ്. സോ വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ്, ഇറ്റ് ഷുഡ് ഓൾസോ ബി റിട്ടൺ ഓൺ ദ സൈഡ്. Then third, do not hide or minimize negative information. എന്തെങ്കിലും നെഗറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാനുണ്ട്, ഈ കാര്യങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് റിട്ടൺ ദെയർ. ഇപ്പം നമ്മളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ ഒരു ആൽക്കഹോളിൻ്റെ എന്തെങ്കിലും കാണിക്കുകയാണ്. സോ it is very important that it is a rule that it should be written in the left bottom side that it is injurious to health. അങ്ങനെ അതൊരു നെഗറ്റീവ് ഇൻഫർമേഷനാണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഷോൺ. അതുപോലെ എന്തിൻ്റെ കാര്യത്തിൻ്റെ ആണെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ആ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ, ആ ഒരു ഐഡിയയ്ക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെപ്പിക്റ്റഡ്. ഡു നോട്ട് ഹൈഡ് ഇറ്റ്. ഡു നോട്ട് എക്സാജറേറ്റ് ഇൻഫർമേഷൻ. ഉള്ള ഇൻഫർമേഷൻ മാത്രമേ കാണിക്കാവുള്ളൂ. ഡു നോട്ട് ഓവർസെൽ ദ ഇൻഫർമേഷൻ ഓർ എൻഹാൻസ് ഫോട്ടോഗ്രാഫ്സ്. നമുക്ക് ഇല്ലാത്തൊന്നും എടുത്ത് കാണിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. ദെൻ ഡു നോട്ട് ഓവർ സിംപ്ലിഫൈ കോംപ്ലക്സ് സിറ്റുവേഷൻ. എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ സിമ്പിളാക്കി കാണിക്കാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ബട്ട് ഡു നോട്ട് ഓവർ സിംപ്ലിഫൈ. ദെൻ ഡു നോട്ട് ഇംപ്ലൈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വിത്തൗട്ട് പ്രൊവൈഡിങ് പ്രൂഫ്. ഇപ്പം ഒരെണ്ണത്തിന് കാരണം ഇതാണ്. ഇപ്പം നമ്മൾ പരസ്യങ്ങളെല്ലാം കാണാറുണ്ട്. സെൻസഡൈൻ്റെയൊക്കെ പരസ്യത്തിൽ എന്താ കാണിക്കുക, ഈ ഒരു സെൻസിറ്റിവിറ്റി കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് സപ്പോർട്ടഡ് ബൈ ദ പ്രൂഫ് ഓഫ് എ ഡോക്ടർ. അല്ലെ, ഒരു ഡോക്ടർ സംസാരിക്കുന്ന രീതി വിത്ത് ഹർ നെയിം ഓർ വിത്ത് ഹിസ് നെയിം ആൻഡ് വേർഡ് ക്വാളിഫിക്കേഷൻ എല്ലാം അവിടെ മെൻഷൻഡ് ആവുന്നുണ്ട്. സോ എവറി ടൈം വി ഷുഡ് റെപ്രസെൻറ്റ് സംതിങ് വിച്ച് ഇൻവോൾവ്സ് എ കോസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓർ കോസ് ആൻഡ് എഫക്ട്. ഇറ്റ് ഷുഡ് ബി വിത്ത് എ പ്രൂഫ്. So that is another principle. Next, avoid emotional manipulation or any other form of coercion. നിർബന്ധപൂർവം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇമോഷണലി നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒന്നും ആകരുത്. A photograph of an unhappy child who doesn't own the trendiest new dolls is an unethical way to persuade parents to buy those products for their children. ഒരു കുട്ടി കാണിക്കുക പുതിയ ടോയ് കിട്ടാത്തതുകൊണ്ട് അതിന് ഭയങ്കര സങ്കടം, അങ്ങനെ കാണിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ദ പാരൻസ്. സോ ദേ വിൽ ബൈ ദ പ്രൊഡക്റ്റ്. അങ്ങനെ ആവരുത് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു visual presentation. So these are the major principles that one should follow, like consider all possible interpretation and misinterpretations from the side of an audience, then provide the context, then do not hide or minimize the negative information, do not exaggerate information, do not oversimplify the complex situation, do not imply the cause and effect relationship without providing proof, and also do not avoid emotional manipulation or any other form of coercion. Coercion enna nirbandhapurvam aare kondonnu cheyippikkadirikka, like that. So these are the principles that should follow in a audio video recording. Then what are the points of message to be presented? ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ 5 C's പഠിച്ചിട്ടുണ്ടാവും. സെയിം തിങ് ഇസ് സീൻ ഹിയർ. That is, the visuals should be clear, it should be complete, it should be concise. That is, the picture should show 1,000 words.
ഷുഡ് ബി കോൺസൈസ്, ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. എപ്പോഴും എന്തൊക്കെ കാര്യങ്ങളായിട്ടാണോ അത് കണക്ട് ചെയ്യേണ്ടത്, ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. ദെൻ ഇറ്റ് ഷുഡ് ബി കമ്പല്ലിങ്. ദാറ്റ് ഈസ് നമുക്ക് തോന്നണം ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ആ വിഷ്വൽ എപ്പോഴും പെർസ്വേഡ് ചെയ്യണം. സോ ദീസ് ആർ ദ മേജർ പോയിൻറ്റ്സ് ഓഫ് മെസ്സേജ് ടു ബി പ്രസൻറ്റഡ്. ആൻഡ് ദർ ആർ ഗൈഡ് ലൈൻസ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു എഫക്റ്റീവ് വിഷ്വൽ ആക്കണം നമ്മുടെ വിഷ്വലിനെ, എങ്കിൽ വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ്? സോ emphasize the visual consistency to connect parts of a whole or minimize audience confusion. Confusion കുറയ്ക്കുക. Then avoid arbitrary changes of color, texture and position and color. Do not change the color or the texture or the position randomly. ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല. It will distract the audience. Then highlight the contrasting points to the color, position and other designs. എന്തെങ്കിലും കാര്യം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കളറിൽ കൊടുക്കാം. ബട്ട് നോർമൽ ടെക്സ്റ്റിനെ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തോ പൊസിഷൻ ചേഞ്ച് ചെയ്തോ ഒന്നും ചെയ്യാൻ പാടില്ല. ദെൻ ഡിസൈഡ് വെദർ യു വോണ്ട് ടു അച്ചീവ് ഫോർമൽ ഓർ ഇൻഫോർമൽ ബാലൻസ്. നമ്മൾ 2 ടൈപ്പ് ബാലൻസ് പറഞ്ഞു, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. അതർവൈസ് ഇറ്റ് കാൺ ബി എഫക്റ്റീവ്. ദെൻ എംഫസൈസ് ഡോമിനൻ്റ് എലമെൻറ്റ് ആൻഡ് ഡി എംഫസൈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് മാത്രം നമ്മൾ ഡോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ദ വിഷ്വൽ കൺവെൻഷൻ എക്സ്പെക്റ്റഡ് ബൈ ദ ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസിൻ്റെ സൈഡിൽ കൂടെ എന്തൊക്കെ വിഷ്വൽ കൺവെൻഷൻസ് ആണ് അവർക്കുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അറബിക് കൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ലെഫ്റ്റ് ആയിരിക്കണം എഴുതേണ്ടത്, ലൈക്ക് ദാറ്റ്. ദെൻ ട്രൈ ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി. സിംപ്ലിസിറ്റിയും ക്ലാരിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. ഫോളോ ദ ഗൈഡ് ലൈൻസ് ഫോർ അവോയ്ഡിങ് എത്തിക്കൽ ലാപ്സസ് ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ദെൻ സെലക്ട് ദ പ്രോപ്പർ സ്റ്റൈൽസ് ഓഫ് ഗ്രാഫ്സ്. മേക്ക് ഷുവർ ദ വിഷ്വൽ കോൺട്രിബ്യൂട്ട്സ് ടു ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്. ആ സബ്ജക്റ്റ് എന്താണെന്ന് ആ വിഷ്വലിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവുക. ലേൺ ഹൗ ടു യൂസ് ദ സോഫ്റ്റ്വെയർസ്. എങ്ങനെ ഇതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കൂട്ടാം, അതിനുള്ള സോഫ്റ്റ്വെയർസ് ഏതെല്ലാം, അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക, എക്സെട്ര. ദെൻ ഓൾസോ യൂസ് ടൈറ്റിൽ ആൻഡ് ക്യാപ്ഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് ദ വിഷ്വൽസ്. എന്താണ് വിഷ്വൽ അതിനനുസരിച്ചുള്ള ഹെഡിങ്ങും ക്യാപ്ഷനും കൊടുക്കുക. വെരിഫൈ ദ ക്വാളിറ്റി ഓഫ് ദി വിഷ്വൽസ്. അത് ആക്യുറേറ്റ് ആണോ, അത് പ്രോപ്പർ സൈസ് ആണോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. സോ ദീസ് ആർ ദ ഗൈഡ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ഫോർ ക്രിയേറ്റിംഗ് അവർ വിഷ്വൽസ് മോർ എഫക്റ്റീവ് ടു ദ ഓഡിയൻസ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഓഡിയോ വിഷ്വൽ recording എന്ന് പറഞ്ഞു. So what are the principles should be followed, then what are the ethics and what are the points of the messages and what are the guidelines to be followed. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. Now what is the production of business media? ഈ പ്രൊഡക്ഷൻ ഓഫ് ബിസിനസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സിലൂടെയാണ് പോരുന്നത്. അപ്പം ഒരു ബിസിനസ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓഡിയോ വിഷ്വൽ ഉണ്ടാവും. സോ ഇൻ വിച്ച് ഇറ്റ് റിക്വയർസ് 3 types of steps or 3 steps like pre-production, production and post-production. Pre-production means we will be planning. Then in production we are doing, and post-production after the production we are checking. So first pre-production. Pre-production means there should be a proper planning for the recording of the speeches, seminars and other events. ഒരു ബിസിനസ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും, ചിലപ്പോൾ സെമിനാർസ് ഉണ്ടാവും, സ്പീച്ച് ഉണ്ടാവും, ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്യുക എന്നതാണ് പ്രീ പ്രൊഡക്ഷനിൽ വരുന്നത്. സോ ഇൻ വിച്ച് വി വോണ്ട് ടു നോ വാട്ട് ആർ ദ മേജർ എലമെൻറ്റ്സ് ആർ ദ പർപ്പസ് ആൻഡ് സ്കോപ്പ്. വൈ ദിസ്, ഈ ഒരു ബിസിനസ് വീഡിയോ എന്തിനാണ്, ഐഡൻറ്റിഫൈ ദ പർപ്പസ് ആൻഡ് വാട്ട് ഇസ് ദ സ്കോപ്പ്, ആരിലേക്കാണ് എത്തേണ്ടത്, ദിസ് ഓൾ ആർ ടു ബി determined. Then composition, that is visualize what the camera is going to see. എന്താണ് സീനിൽ കാണാൻ പോകുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ദാറ്റ് ഈസ് വിത്ത് എ വീഡിയോ ക്യാമറ യു ക്യാൻ കമ്പോസ് എ സീൻ ബൈ മേക്കിംഗ് ദ ഡിസിഷൻ അബൌട്ട് വാട്ട് ടു ഷോ ആൻഡ് വെയർ ടു പ്ലേസ് യുവർ ക്യാമറ. എവിടെ ക്യാമറ വെക്കണം. ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ് വീഡിയോ എന്ന് പറയും, നോർമലി ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കും, ക്യാമറ എവിടെ വെക്കണം, എല്ലാം ശ്രദ്ധിക്കില്ലേ. ഇതുപോലെ തന്നെയാണ് സീൻ കോമ്പോസിഷൻ വരുന്നത്. ദെൻ തേർഡ്, ക്യാമറ പ്ലേസ്മെൻറ്റ്. തിങ്ക് അബൌട്ട് വെയർ യു വോണ്ട് ടു പ്ലേസ് ദ ക്യാമറ. വൈഡ് ലെൻസ് ആണോ, മീഡിയം ലെൻസ് ആണോ, ക്ലോസ് പൊസിഷൻസ് ആണോ, ഏതാണോ നമ്മൾ കാണിക്കേണ്ടത്. ഒരു വലിയ ക്രൗഡിനെ കാണിക്കണമെങ്കിൽ എങ്ങനെ വെക്കണം, ഒരു സ്പീക്കറിൻ്റെ ഫേസ് മാത്രമാണെങ്കിൽ എങ്ങനെ വെക്കണം. the position of the camera is also what we want to know. Then lighting, എന്ത് രീതിയിലുള്ള ലൈറ്റിംഗ്, നല്ല ലൈറ്റിംഗ് വേണോ, person that is provide a strong but soft light directed from behind the camera towards the subject. എപ്പോഴും നമ്മൾ വെക്കുന്ന സോഫ്റ്റ് ലൈറ്റ് ആയിരിക്കും ഫിലിം ചെയ്യാൻ വേണ്ടി. പിന്നെ about the sound, എക്സ്റ്റേണൽ ഇയർഫോൺസ് വെക്കണോ, എങ്ങനെയാണ് വെക്കേണ്ടത്,
എത്രത്തോളം സൗണ്ട്സ് അത് ക്യാച്ച് ചെയ്യും, ഇതെല്ലാം നമ്മൾ നോക്കുക. ദെൻ ഷോർട്ട്സ് ആർ equivalent of subsections or paragraphs in a report, one leading another. സോ ഷോർട്ട് പ്രിപ്പയർ ചെയ്യുക, ഏതാണ് ആദ്യം വേണ്ടത്, ഏതാണ് അവസാനം വേണ്ടത്, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, എന്തൊക്കെ സംസാരിക്കണം, എന്തെല്ലാം പ്ലാൻ ചെയ്യണം, ഇതെല്ലാം. ദെൻ ബി റോൾ മെറ്റീരിയൽ. ബി റോൾ ഇസ് എ ഫിലിം ടെർമിനോളജി. ബി റോൾ എന്നുള്ളത് നമുക്ക് കൂടുതൽ ഫെമിലിയർ അല്ല, ഫിലിം ടെർമിനോളജിയാണ്. So it refers to a collection of secondary shots that can later be edited to add visual interest or otherwise improve the flow of the finished project. ഇപ്പം നമ്മളൊരു സിനിമയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ആ സീനിനെ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അവിടുത്തെ സീനറി ഇതെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതപ്പോൾ സെക്കൻഡറി ഷോട്ട്സ്, അതിൽ ആൾക്കാരൊന്നുമില്ല, നമ്മൾ ആ വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. That is, an interview with the CFO of a company will look static after a few minutes, but you can later cut the images of the company products, customers, then manufacturing facilities and other related scenes or images. പല ഇമേജസ് എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. So that is a kind of B-roll. Then, so these are the major steps in pre-production. അപ്പോൾ പ്രൊഡക്ഷന് മുന്നേ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത്. First one was to understand what are the purpose and scope, what is the scene composition, the camera placement, lighting, sound, shot list, and B-roll material. Next, we want to know what is production. പ്രൊഡക്ഷനിലേക്ക് പോകാം. സോ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് പ്രീ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് റെഡി ആയി എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ ഇനി പ്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ഫ്രെയിം ഈച്ച് ഷോട്ട് കെയർഫുള്ളി. വി വോണ്ട് ടു ഫ്രെയിം ഇറ്റ്, അല്ലെങ്കിൽ ഫ്രെയിമിംഗ് എന്ന് വെച്ചാൽ ഡിസിഷൻ ടു ബി മെയ്ഡ് റിഗാർഡിംഗ് വാട്ട് ദ ക്യാമറ സീസ് ആൻഡ് ഡസിൻ സീ ഓൺ എയിമിംഗ് ഇറ്റ്. നമ്മൾ എന്തെല്ലാം കാണണം, എന്തെല്ലാം കാണണ്ട എന്നത് അത് കറക്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഷൂട്ടിംഗ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് എ പ്രൊഡക്റ്റ്, യു വിൽ ഹാവ് ടു ഡിസൈഡ് വെദർ ദ ക്യാമറ ഷുഡ് ബി എയിംഡ് ഫോർ ഈച്ച് ഷോട്ട്. ദ ക്വസ്റ്റൻ ഓഫ് ബാലൻസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റിനെ കാണിക്കണമെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതി ആ സമയത്ത്, അല്ലേ? അപ്പം എന്തിനാണോ കാണിക്കേണ്ടത് അത് റിജിഡായിട്ട് ഡല്ലാവാതെ നല്ല ക്ലീൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യണം. ദെൻ കീപ് ദ ക്യാമറ സ്റ്റിൽ. If the camera moves around a shot, the resulting footage will be of greater demand on viewers. What's a greater demand? So, shaky video from a handy camera is uncomfortable to watch. So, use a tripod and either stabilizing material. എപ്പോഴും ക്യാമറ സ്റ്റഡി ആക്കാൻ വേണ്ടി ട്രൈപോഡ്സ് യൂസ് ചെയ്യാം. So, that is one thing, that is camera still. Keep the camera still. Third, take B-roll footage. നമ്മൾ പല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് സീൻസും ഇമേജസ് എല്ലാം ആ ഫിനിഷ്ഡ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള B-rolls ഫൂട്ടേജ് എടുക്കുക. ദെൻ ഡു നോട്ട് യൂസ് ദ സ്പെഷ്യൽ എഫക്ട്സ് ഇൻ യോർ ക്യാമറ. നമ്മുടെ ക്യാമറയിലുള്ള സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ അത് ചെയ്തോളും. ഡു നോട്ട് യൂസ് എനിത്തിങ് ഇൻ അവർ ക്യാമറ. ഓക്കെ, സോ ദീസ് ആർ ദി പ്രൊഡക്ഷൻ ടെക്നിക്സ്. ദാറ്റ് ഈസ് ഫ്രെയിം ഈച്ച് ഷോട്ട് കെയർഫുള്ളി, കീപ് ദ ക്യാമറ സ്റ്റിൽ, ടേക്ക് B-roll footage and do not use the special effects on your camera. And the last one is post production. അവസാനത്തെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്താ? പ്രൊഡക്ഷൻ കഴിഞ്ഞു, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ക്വാളിറ്റി വീഡിയോസ് എല്ലാം കിട്ടി. സോ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഫുട്ടേജ് എല്ലാം കറക്റ്റാണോ, റെക്കോർഡഡ് നറേഷൻസ് എല്ലാം കറക്റ്റാണോ, എന്തെങ്കിലും ഡയലോഗ്സ് തെറ്റുണ്ടോ എങ്കിൽ അത് മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരിക. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ദ വീഡിയോ ഫുട്ടേജ് ടു കമ്പ്യൂട്ടർ ആൻഡ് ലോഡ് ഇറ്റ് ടു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. നമ്മുടെ ക്യാമറയിലുള്ള സാധനം ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് മാറ്റും. ദെൻ ഇവാലുവേറ്റ് ദ മെറ്റീരിയൽ. വി വിൽ സീ വാട്ട് ആർ ദ സീൻസ് ടു ബി ഡിലീറ്റഡ്, വാട്ട് ആർ ടു ബി റിക്വയർഡ് മോർ, ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ യൂസ് കട്ട് ആൻഡ് പേസ്റ്റ് ടു മൂവ് ദ സെഷൻസ് ഓഫ് ദ വീഡിയോ. എവിടോട്ടോ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടി വരും, അതെല്ലാം ചെയ്യുന്നു. ദെൻ വീവ് ഇൻ B-roll ഇമേജസ് ആൻഡ് ക്ലിപ്സ്. B-roll ഇമേജസ് എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ചേർക്കുന്നു. ദെൻ ആഡ് ട്രാൻസിഷൻസ് സച്ച് ആസ് ദ ബ്ലെൻഡ് ആൻഡ് ക്വിക്ക് ഫെയ്ഡ് ടു ബ്ലാക്ക് ബിറ്റ്വീൻ ടു വീഡിയോ സെഗ്മെൻറ്റ്സ്. രണ്ട് വീഡിയോസ് ആകുമ്പോൾ അതിൻ്റെ തമ്മിൽ കട്ട പോലെ വ്യത്യസ്തമായി തോന്നും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ എഫക്ട്സ് ആഡ് ചെയ്യുക. അതെല്ലാം പോസ്റ്റ് എഡിറ്റിംഗ് ആണ്, പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള. ദെൻ സിങ്ക്രൈസ് ദ മെയിൻ ഓഡിയോ ട്രാക്ക് വിത്ത് ദ വീഡിയോ ആൻഡ് റെക്കോർഡ് നറേഷൻ ആസ് റിക്വയർഡ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നില്ലെങ്കിൽ പിന്നെ ഒരു റെക്കോർഡ് നറേഷൻ ചെയ്ത് ഡബ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്ത് കൊടുക്കുക. ദെൻ ആഡ് ആൻ ഇൻട്രോ. എവറി ബിസിനസ് വീഡിയോയിൽ വെച്ച് നമ്മളൊരു ഇൻട്രോ ഉണ്ടാവും, ഒന്നെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ലോഗോ എല്ലാം കാണിച്ചിട്ട്. സോ അങ്ങനെ ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ടൈറ്റിൽ ആൻഡ് അതർ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്രിയേറ്റ് എ ഡിസ്ട്രിബ്യൂട്ടീവ് file. That is, video editors give a variety of output options of different file size and screen resolution. ഇപ്പോൾ ഫോണിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസൊല്യൂഷൻസും ഫയൽ സൈസും ഒക്കെ മാറ്റുക. ഇതെല്ലാം ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ
ടെക്നിക്സ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ നമ്മൾ 3 രീതിയിൽ പറഞ്ഞു. പ്രൊഡക്ഷൻ ഓഫ് ബിസിനസ് വീഡിയോ 3 സ്റ്റെപ്സ് ആണ്. ദാറ്റ് ഈസ് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. Okay, so with this audio video recording is completed. And the last one is dialogue session. അപ്പം ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഇനിയുള്ളത് ഡയലോഗ് സെഷനാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് ഡയലോഗ് വരിക. സോ ഇറ്റ് ഇസ് എ കൺവെർസേഷൻ or discussion or an act of having a conversation or a discussion. So it occurs between two characters in a spoken language. പറയുന്ന ഭാഷയിലായിരിക്കും. So ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞെങ്കിൽ, ലിസ said Kyle, I need help for moving this box of toys for the garage sale. അപ്പോൾ ഒരു അൺഫോൾഡിങ് പ്രോസസ്സാണ്. രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നു, അതിനകത്ത് കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് ഡയലോഗ്സ് എന്ന് പറയാം. സോ ഡേവിഡ് ബോം ഹാസ് ഡിഫൈൻഡ് ഡയലോഗ് ആസ് എ സ്ട്രീം ഓഫ് മീനിങ് ഫ്ലോയിങ് എമംഗ് ആൻഡ് ത്രൂ ആൻഡ് ബിറ്റ്വീൻ അസ്. രണ്ടാൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ അവരിലൂടെ ഒക്കെ വരുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രീം ഓഫ് മീനിങ്ങിനെയാണ് ഡയലോഗ് എന്ന് പറയുക. ആൻഡ് ഡയലോഗ് പ്രോസസ്സ് ഇസ് ദ ഡെലിവറി. നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡയലോഗ് പ്രോസസ്സ് എന്ന് പറയും. Okay, the dialogue process enters through listening to yourself as well as others. നമ്മളും കേൾക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്താ, automatically we will be hearing it and others are also hearing. So in the dialogue process, it involves the collectively through mutual understanding and acceptance of diverse point of view. Okay. So ഇനി നമുക്കൊരു ഡയലോഗ് എഴുതണം, അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് ഡയലോഗ്, വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ്. ഫസ്റ്റ്, സേ ദ ഡയലോഗ് ലൗഡ്. നമ്മൾ ഒച്ചയിൽ പറഞ്ഞു നോക്കുക. Cut small talks while writing dialogue. Keep the dialogue brief and impactful. Impact ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡയലോഗ്. ആഡ് അപ്രോപ്രിയേറ്റ് സ്ലാങ്. ഏത് സ്ലാങ് ആണോ ആ ഡയലോഗിൽ വേണം അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഗിവ് ക്യാരക്ടർ യുണീക്ക് വോയിസ്. ആ ക്യാരക്ടറിന് പ്രത്യേക ഒരു വോയിസ് കൊടുക്കുക. ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ക്യാരക്ടേഴ്സ് വോയിസ്. എപ്പോഴും ആ ഡയലോഗിൽ ഒരേ രീതിയിലുള്ള സൗണ്ട് ആയിരിക്കണം. യു ക്യാൻ ഹാവ് സം പിച്ച് ചേഞ്ചസ് ബട്ട് ദ സൗണ്ട് ഷുഡ് ബി സെയിം ഓർ ദ വോയിസ് ഷുഡ് ബി സെയിം. റിമെമ്പർ ഹൂ ദേ ആർ സ്പീക്കിംഗ് ടു. ആരോടാ സംസാരിക്കുന്നതിന് ചിന്തിച്ചിട്ടായിരിക്കണം നമ്മൾ ഡയലോഗ് എഴുതേണ്ടത്. ആൻഡ് അവോയ്ഡ് ലോങ് ഡയലോഗ് പാരഗ്രാഫ്. വലിയ ഡയലോഗ് പാരഗ്രാഫ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ഒരു ഫിലിമിന് ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതിനകത്ത്. ഓക്കെ, ഹൗ ടു റൈറ്റ് ഡയലോഗ്. ഇനി ഡയലോഗും കോൺവെർസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ. ദാറ്റ് ഇസ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ തമ്മിൽ സംസാരിച്ച് അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ബട്ട് അതിന് ഡയലോഗിൽ ഐഡിയാസ് എക്സ്ചേഞ്ച് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോൺവെർസേഷൻ. കോൺവെർസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഡയലോഗായിട്ട് വരുന്നത്. ദെൻ കോൺവെർസേഷൻ ഇസ് എൻ ഇൻ്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ടാൾക്കാർ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. പക്ഷേ ഇതൊരു ലിറ്റററി റെപ്രസെൻറ്റേഷൻ മാത്രം. എന്താണ് കോൺവെർസേഷൻ ഉള്ളതെന്ന് എഴുതി വെക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട് ഡയലോഗ് അടിക്കുക, ബിക്കോസ് ഇഫ് വി ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് എനിത്തിങ് ഫ്രം ദാറ്റ്, അങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ആ ഒരു കാര്യം പറയുന്നത്. അപ്പം കോൺവെർസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഡയലോഗ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലുള്ളത് വാട്ട് ആർ ദ ടോപ്പിക്സ് ഫോർ ഡിസ്കഷൻ ആണ്. എന്തൊക്കെ ടോപ്പിക്സ് ആണുള്ളത്? ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റി സംസാരിക്കാൻ, അതേപോലെ കറപ്ഷൻ, വാട്ട് ഇസ് കറപ്ഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഷോർട്ട് ഡിസ്കഷൻ ടോപ്പിക് ഇട്ടിരിക്കുകയാണ്. സോ ഐ തിങ്ക് അവർ പോർഷൻ ഇസ് കംപ്ലീറ്റ് വിത്ത് ദസ്. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് എന്താണ്, അതുപോലെ ഡയലോഗ് സെഷൻ എന്താണ്, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡയലോഗ് എങ്ങനെയാണ് എഴുതേണ്ടത്, ലൈക്ക് ദാറ്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയലോഗ് ആൻഡ് കോൺവെർസേഷൻ എക്സെട്ര. Okay, so with this we can end our subject also. So thank you. Have a nice day.